Dear students, welcome back. So, in the last section, we were discussing equilibrium. Okay? ഇപ്പോൾ എന്താണ് equilibrium നമുക്ക് മനസ്സിലായി. നമ്മുടെ കെമിസ്ട്രിയിൽ ആ ഇക്വിലിബ്രിയം കൊണ്ടുവരുമ്പോൾ നമ്മുടെ പേര് പറഞ്ഞു കെമിക്കൽ ഇക്വിലിബ്രിയം, ദാറ്റ് ഈസ് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇക്വിലിബ്രിയത്തിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് ശരിക്കും മനസ്സിലായി. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ സ്പീഡും ഏത് ടൈമിലാണോ ഈക്വൽ ആകുന്നത് ആ ടൈമിനെയാണ് നമ്മൾ ആ കണ്ടീഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എത്തിക്കഴിയുമ്പോൾ ആ ടൈമിൽ റിയാക്ടൻസിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷൻസ് എന്താണോ ദാറ്റ് വിൽ റിമൈൻ അൺചേഞ്ച്ഡ്, അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ആയി പോകുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്വിലിബ്രിയം ദാറ്റ് ക്യാൻ ഈ അപ്ലൈഡ് ഫോർ കെമിക്കൽ പ്രോസസ്സാണ്. അപ്പോൾ കെമിക്കൽ ഇക്വിലിബ്രിയം നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ കെമിക്കൽ ഇക്വിലിബ്രിയം രണ്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ കെമിക്കൽ പ്രോസസ്സിൽ അപ്ലൈ ചെയ്യുന്ന കെമിക്കൽ ഇക്വിലിബ്രിയം ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു കാറ്റഗറീസ്: homogeneous equilibrium and heterogeneous equilibrium. Homogeneous and heterogeneous. It is the classification based on the physical state of the reactant species. അപ്പോൾ അവിടെ ആ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരുടെ റിയാക്ടൻസിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും ഒക്കെ ഫിസിക്കൽ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫിസിക്കൽ ഹോമോജീനിയസ് എന്നും ഹെട്രോജീനിയസ് എന്നും ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ആ റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നൈട്രജൻ പ്ലസ് ഹൈഡ്രജൻ ഗീവ്സ് NH3, N2 പ്ലസ് 3H2 ഗീവ്സ് 2NH3, ഇങ്ങനൊരു പ്രോസസ്സ് എടുക്കാമെന്ന് ചോദിക്കാം. അപ്പോൾ ഇതൊരു ഇക്വിലിബ്രിയം പ്രോസസ്സാണ്. അവിടെ റിയാക്ടൻസ് ഉണ്ട്, പ്രോഡക്റ്റ് ഉണ്ട്. സോ വോട്ട് നമുക്കറിയാം നൈട്രജൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഗ്യാസ് ആണ്, ഹൈഡ്രജൻ ഈസ് ഓൾസോ ഗ്യാസ്, അമോണിയ ഈസ് ഓൾസോ ഗ്യാസ്. ക്ലിയർ ആണല്ലോ? SO2 പ്ലസ് O2 ഗീവ്സ് 2SO3. വേറൊരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ് ആയതുകൊണ്ട് എന്ത് ചെയ്തു, ഡബിൾ ആരോട്ട് റെപ്രസെൻറ്റ് ചെയ്തു. SO2 ഈസ് എ ഗ്യാസ്, ഓക്സിജൻ ഈസ് ഗ്യാസ്, SO3 ഈസ് ഗ്യാസ്. ദിസ് ഈസ് വാട്ട് കോൾഡ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം. അപ്പോൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ആ ഇക്വിലിബ്രിയത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ സബ്സ്റ്റൻസിൻ്റെയും അത് റിയാക്ടൻസിൻ്റെയും പ്രോഡക്റ്റിൻ്റെ അവിടെ എത്ര സബ്സ്റ്റൻസ് ഉണ്ടോ ആ എല്ലാ സബ്സ്റ്റൻസിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് ഒരേപോലെയാണെങ്കിൽ, ഇപ്പോൾ സോളിഡ് ലിക്വിഡ്, അപ്പോൾ ഒന്നുകിൽ എല്ലാവരും ലിക്വിഡ് സ്റ്റേറ്റിലാവണം, അല്ലെങ്കിൽ എല്ലാവരും ഗ്യാസ് സ്റ്റേറ്റിലാവണം, അല്ലെങ്കിൽ ഒരു സോളിഡ് സ്റ്റേറ്റിലാവണം. അപ്പം അങ്ങനെ റിയാക്ടിങ് സ്പീഷീസിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് സെയിം ആണെങ്കിൽ ദാറ്റ് ഇക്വിലിബ്രിയം ഈസ് സെഡ് ടു ബി homogeneous equilibrium. It is an equilibrium in which the physical states of the reactants and products are same. Okay? Heterogeneous equilibrium എന്താ നോക്കിക്കോ. ഒരു റിയാക്ഷൻ ഞാൻ എഴുതുന്നുണ്ട്. നമ്മൾ കാൽഷ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്തു. That decomposes to carbon dioxide and calcium oxide. Okay? Calcium carbonate നമുക്കറിയാം, it is a solid substance. Carbon dioxide is a gas. Calcium oxide is a solid substance. അപ്പോൾ ഈ ഇക്വിലിബ്രിയത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരുടെ ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഡിഫറെൻ്റ് ആണ്. സോളിഡിൽ ഗ്യാസ്, സോളിഡ്. ഓക്കെ, വേറെ നോക്കിക്കോ, അമോണിയം ക്ലോറൈഡ് NH4Cl. അമോണിയം ക്ലോറൈഡ് ഒരു സോളിഡ് സബ്സ്റ്റൻസാണ്. ഇതിനെ നിങ്ങൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഡീകമ്പോസസ് ടു അമോണിയ ആൻഡ് HCl. ഓക്കെ, അപ്പോൾ അമോണിയ ഗ്യാസാണ്, HClഉം ഗ്യാസാണ്. പക്ഷേ അമോണിയം ക്ലോറൈഡോ സോളിഡ് സബ്സ്റ്റൻസാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ റിവേഴ്സിബിൾ ആണ്, ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്ന പ്രോസസ്സാണ്. പക്ഷേ ആ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്ന പ്രോസസ്സിലുള്ള റിയാക്ടിങ് സ്പീഷീസിൻ്റെ ദാറ്റ് ഇസ് റിയാക്ടൻസിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇവിടെയും ഫിസിക്കൽ സ്റ്റേറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയത്തിന് വിളിക്കുന്ന പേരാണ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. അപ്പോൾ ഇൻ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് ഓൾ ദി റിയാക്ടിംഗ് സ്പീഷീസ് വിൽ ബി ദ സെയിം, ആൻഡ് ഇൻ ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം ദ ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് ദ റിയാക്ടിംഗ് സ്പീഷീസ് ദാറ്റ് ഈസ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് മേ ഡിഫർ. ക്ലിയർ? അപ്പോൾ ടു ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം നമ്മൾ പറഞ്ഞു വന്നത്. എന്താണ് ഇക്വിലിബ്രിയം, എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം. ആ കെമിക്കൽ ഇക്വിലിബ്രിയം നമുക്ക് രണ്ട് രീതിയിൽ അപ്ലൈ ചെയ്യാം. ഒന്ന് ഫിസിക്കൽ പ്രോസസ്സിനും കെമിക്കൽ പ്രോസസ്സിനും. ഫിസിക്കൽ പ്രോസസ്സ് 5 ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കെമിക്കൽ പ്രോസസ്സിനാണ്. അത് 2 ടൈപ്പ് ഉണ്ട്, ഹോമോജീനിയസ് ഇക്വിലിബ്രിയം ആൻഡ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന കോൺസെപ്റ്റ് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും. നമുക്കിനി എന്തൊക്കെയാണ് ഇക്വിലിബ്രിയത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. What are the features of equilibrium? Equilibrium എന്ന കോൺസെപ്റ്റ്, ആ ഫീച്ചറിന്, ആ പ്രോപ്പർട്ടീൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഓരോന്നായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറഞ്ഞു ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയം ആവണമെങ്കിൽ അവിടെ ഫോർവേഡും ബാക്ക്വേർഡും ഉണ്ട്. റിയാക്ഷൻ ഇക്വിലിബ്രിയം ആവണമെങ്കിൽ അതിൻ്റെ ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും സ്പീഡ്
must be equal. So നമുക്ക് പറയാം at equilibrium feature number 1, at equilibrium നമുക്ക് എന്ത് പറയാം, rate of forward reaction is exactly equal to rate of backward reaction. Rate of forward reaction is equal to rate of backward reaction. മനസ്സിലായല്ലോ. അടുത്ത പ്രോപ്പർട്ടി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് എന്താണ് സംഭവം. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഇസ് ബേസ്ഡ് ഓൺ കോൺസെൻട്രേഷൻ. അപ്പോൾ നമ്മൾ റിയാക്റ്റൻസ് പ്രോഡക്റ്റായിട്ട് മാറുന്ന ആ പ്രോപ്പർട്ടിയിൽ ഇത് ഫോർവേഡും ഇത് ബാക്ക്വേർഡും ആണെങ്കിൽ ഫോർവേഡിൻ്റെയും ബാക്ക്വേർഡിൻ്റെയും സ്പീഡ് ഒരേപോലെ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈക്വൽ റിയാക്റ്റൻസ് പ്രോഡക്റ്റായിട്ടും പ്രോഡക്റ്റ് റിയാക്റ്റൻ്റായിട്ട് മാറും. ഇപ്പോൾ റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായിട്ട് മാറുന്നതും പ്രോഡക്റ്റ് റിയാക്റ്റൻ്റായിട്ട് മാറുന്നതും ഒരേ അമൗണ്ടിലാണ്. അപ്പോൾ റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷൻ ചേഞ്ച് ഇല്ല. ഇപ്പോൾ ഒരു പോയിൻ്റ് ഉണ്ട്, ആഫ്റ്റർ ഇക്വിലിബ്രിയം no net reaction happens. എഴുതിക്കണം, ശ്രദ്ധിച്ചോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ എഴുതിക്കുന്നത് ഇങ്ങനെയാണ്, നോ നെറ്റ് റിയാക്ഷൻ ഹാപ്പൻസ് എന്നാണ്, അല്ലാണ്ട് നോ റിയാക്ഷൻ ഹാപ്പൻസ് എന്നല്ല. ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയം അറ്റൈൻ ആയി, ദാറ്റ് ഈസ് ഫോർവേഡ് ഇങ്ങനെ കുറഞ്ഞു വന്നു, ബാക്ക്വേർഡ് ഇങ്ങനെ കൂടി, അപ്പോൾ രണ്ടുപേരുടെയും സ്പീഡ് ഒരേപോലെ ആയി. അങ്ങനെ റിയാക്ഷൻ രണ്ട് ഫോർവേഡിൻ്റെയും ബാക്ക്വേർഡിൻ്റെയും സ്പീഡ് ഒരേപോലെ ആയാൽ റിയാക്ഷൻ സ്റ്റോപ്പ് ആവുകയല്ല ചെയ്യണം. ഓക്കെ, ഞാൻ നോ റിയാക്ഷൻ ഹാപ്പൻസ് എന്നല്ല എഴുതിയിരിക്കണം, നോ നെറ്റ് റിയാക്ഷൻ ഹാപ്പൻസ് എന്നാണ്. അതെന്താന്ന് നോക്കിക്കോ. ഫോർവേഡിൻ്റെ സ്പീഡ് കൂടിയെന്ന് വിചാരിക്കാം, ഫോർവേഡിൻ്റെ സ്പീഡ് കൂടി. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാലേ, ഇത് നോക്കിയാൽ നമുക്ക് എന്താ ഫോർവേഡിൻ്റെ സ്പീഡ് കൂടുതലാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ റിയാക്റ്റൻസ് കുറയും വേണം, പ്രോഡക്റ്റ് ഇപ്പം ഉള്ളതിനേക്കാളും കൂടുകയും വേണം. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഫോർവേഡിൻ്റെ സ്പീഡ് കൂടുന്നു എന്ന് നമ്മൾ പറയണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് പ്രോഡക്റ്റിൻ്റെ അമൗണ്ട് എന്താണോ അതിനേക്കാളും പ്രോഡക്റ്റിൻ്റെ അമൗണ്ട് കൂടുകയാണെങ്കിൽ നമുക്ക് പറയാം ഫോർവേഡ് റിയാക്ഷൻ സ്പീഡിൽ നടക്കുന്നുണ്ട്. ബാക്ക്വേർഡ് സ്പീഡ് നടക്കുന്നത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? ഇപ്പം നമ്മളെ അറ്റ് പ്രസൻറ്റ് എന്താണോ റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ, ആ അമൗണ്ടിനേക്കാളും റിയാക്റ്റിൻ്റെ അമൗണ്ട് കൂടുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ബാക്ക്വേർഡ് സ്പീഡ് നടക്കണമെന്ന് പറയും, ഫാസ്റ്റായിട്ട് നടക്കുന്നു എന്ന് പറയും. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഫോർവേഡ് കൂടണമെങ്കിൽ, അല്ല ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നു എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഇൻക്രീസ് ആവണം. ഓക്കെ, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നു എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ റിയാക്റ്റൻസിൻ്റെ അമൗണ്ട് എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്താൽ നമുക്ക് പറയാം ദർ ഹാപ്പൻസ് നെറ്റ് ഫോർവേഡ് റിയാക്ഷൻ. റിയാക്റ്റൻസിൻ്റെ അമൗണ്ട് കൂടുകയാണെങ്കിൽ നമുക്ക് പറയാം ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഇക്വിലിബ്രിയം ആകുമ്പോൾ രണ്ടും ഒരേ സ്പീഡിലല്ലേ നടക്കുക, ഫോർവേഡും ബാക്ക്വേർഡും. അപ്പോൾ ഇവിടെ നിന്ന് രണ്ട് റിയാക്റ്റൻസ് ഇങ്ങോട്ട് പോയാൽ അതേ സമയം തന്നെ ഇവിടെ നിന്ന് രണ്ടുപേരും എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞ അതേ പോയിന്റ് പറയാം. ഇവിടെ 10ഉം 20യാണ്, 20ഉം 10ഉം. ഇവിടെ നിന്ന് രണ്ടുപേരും ഇങ്ങോട്ട് പോകുന്ന അതേ സമയം തന്നെ രണ്ട് പ്രോഡക്റ്റ് എന്തായിട്ട് മാറാം? റിയാക്റ്റൻസ് ആയിട്ട് മാറാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെയും 20, അവിടെയും 10. അതിപ്പോൾ എത്ര ടൈമിൽ നമ്മൾ റിയാക്ഷൻ ഒബ്സർവ് ചെയ്താലും the amount of reaction will be 20 moles and the amount of product will be 10 mole. പക്ഷേ റിയാക്ഷൻ നടക്കുന്നില്ലേ? അവിടെ റിയാക്ഷൻ നടക്കുന്നുണ്ട്, ഫോർവേഡും നടക്കുന്നുണ്ട്, ബാക്ക്വേർഡും നടക്കുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോ റിയാക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ രണ്ട് റിയാക്ഷനും നടക്കുന്നുണ്ടെങ്കിലും നെറ്റ്, ദാറ്റ് ഈസ് ഫലത്തിൽ രണ്ടിൻ്റെ സം എന്താണ്? 0 ബിക്കോസ് ഇങ്ങോട്ട് പോകുന്ന അമൗണ്ടും ഇങ്ങോട്ട് വരുന്ന അമൗണ്ടും സെയിം ആണെങ്കിൽ രണ്ടും കോമ്പൻസേറ്റ് ചെയ്ത് പോകും. ദാറ്റ് ഈസ് നമ്മൾ എഴുതിക്കുന്നത് ഇങ്ങനെയാണ്, ദർ ഈസ് നോ നെറ്റ് റിയാക്ഷൻ. ഫോർവേഡും കൂടിയില്ല, ബാക്ക്വേർഡ് രണ്ടും ഒരേ സ്പീഡിൽ നടക്കുന്നു. അപ്പോൾ നെറ്റ് റിയാക്ഷൻ 0 ആണ്. ദാറ്റ് ഈസ് റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷനും കൂടുന്നില്ല, പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനും കൂടുന്നില്ല. അപ്പോൾ നമുക്ക് പറയാം ദർ ഈസ് നോ നെറ്റ് റിയാക്ഷൻ. സോ ദാറ്റ് concentration of product and reactant remains unchanged. ഓക്കെ, ഇക്വിലിബ്രിയം ആകുന്ന സമയത്തുള്ള റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷൻ എന്താണോ ദാറ്റ് വിൽ റിമൈൻ അൺചേഞ്ച്ഡ്, ഓർ നമുക്ക് പറയാം ദാറ്റ് വിൽ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. എനിക്ക് കൂടെ പറയുന്നുണ്ട് നോ റിയാക്ഷൻ, സോ ദാറ്റ് റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷൻ സെയിം എന്ന് ഒരിക്കലും പറയരുത്. കോൺസെൻട്രേഷൻ സെയിം ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ആ കണ്ടീഷനിൽ അവിടെ കോൺസെൻട്രേഷൻ എന്താണോ ദാറ്റ് വിൽ റിമൈൻ അൺചേഞ്ച്, ദാറ്റ് വിൽ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ രണ്ടാമത്തെ പ്രോപ്പർട്ടി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ.
equilibrium ആയി കഴിയുമ്പോൾ after equilibrium both forward and backward reaction happens in equal amount. വേണമെങ്കിൽ അങ്ങനെ പറയാം, ഫോർവേഡും ബാക്ക്വേർഡും ഈക്വൽ ആയി. ഓക്കെ, അപ്പോൾ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും സ്റ്റിൽ ഇറ്റ് കണ്ടിന്യൂസ്. ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ വീണ്ടും നടക്കും, പക്ഷെ നടക്കുന്നത് ഒരേ സ്പീഡിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം നെറ്റ് റിയാക്ഷൻ ഒന്നും ഇല്ല അവിടെ. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനും കൂടുന്നില്ല, റിയാക്ഷൻസിൻ്റെ കോൺസെൻട്രേഷൻ കുറയണമില്ല, രണ്ടുപേരുടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ഇല്ല. അപ്പോൾ നമുക്ക് പറയാം കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് റിമൈൻസ് കോൺസ്റ്റൻറ്റ് ഓർ അൺചേഞ്ച്ഡ്. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോപ്പർട്ടി, കെമിക്കൽ ഇക്വിലിബ്രിയം ഡൈനാമിക് ഇൻ നേച്ചറാണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ഇക്വിലിബ്രിയം ആണ്. കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് സെഡ് ടു ബി ഡൈനാമിക് ഇൻ നേച്ചർ. നമുക്ക് പറയാം ഡൈനാമിക് ഉണ്ട്, സ്റ്റാറ്റിക് ഉണ്ട്. സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് ഫിക്സ്ഡ്, ചേഞ്ച് ഇല്ലാത്ത സംഭവങ്ങളാണ്. പക്ഷെ നമ്മൾ ഡൈനാമോ എന്ന് പറഞ്ഞാൽ ഡൈനാമിക് എന്നൊക്കെ പറയുമ്പോൾ മൂവിങ് അല്ലെങ്കിൽ ചേഞ്ചിങ് എന്നാണ്. അപ്പോൾ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ നേച്ചർ എന്താണ്? കെമിക്കൽ ഇക്വിലിബ്രിയം സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം അല്ല, കെമിക്കൽ ഇക്വിലിബ്രിയം ഡൈനാമിക് ഇക്വിലിബ്രിയമാണ്. എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത ശേഷം ഇഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ സ്റ്റോപ്സ്, ഇക്വിലിബ്രിയം ആയി കഴിഞ്ഞു, അപ്പോൾ ഫോർവേഡ് റിയാക്ഷനും നിന്നു, ബാക്ക്വേർഡ് റിയാക്ഷൻ ഇല്ല, റിയാക്ഷൻ സ്റ്റോപ്പായി, എങ്കിൽ നമുക്ക് പറയാം ഇക്വിലിബ്രിയം പ്രോസസ്സ് എന്ന് പറഞ്ഞത് സ്റ്റാറ്റിക് ആണ്. അത് എത്തുമ്പോൾ റിയാക്ഷൻ സ്റ്റോപ്പ് ആവും. പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത ശേഷം ഫോർവേഡും ബാക്ക്വേർഡും സ്റ്റോപ്പ് ആവുന്നില്ല, പക്ഷേ ബോത്ത് ദ റിയാക്ഷൻസ് ആർ കണ്ടിന്യൂയിങ് ഇൻ സെയിം സ്പീഡ്. അപ്പോൾ മോളിക്കുലാർ ലെവലിൽ ഇങ്ങനെ റിയാക്ഷൻ നടന്നിട്ടേ ഇരിക്കുന്നുണ്ട്, പക്ഷേ നെറ്റ് റിയാക്ഷൻ ഒന്നും ഇല്ലാന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇക്വിലിബ്രിയത്തെ എന്ത് വിളിക്കും? ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് വിളിക്കും. ഓക്കെ, നമുക്കിപ്പോൾ ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു റീസണിങ് ക്വസ്റ്റ്യൻ ആണ്, കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് സെഡ് ടു ബി ഡൈനാമിക് ഇൻ നേച്ചർ. എന്താണ് റീസൺ എന്ന് ചോദിക്കാം. അപ്പോൾ റീസൺ പറയുന്നതാണ് ഈവൻ ആഫ്റ്റർ റീച്ചിങ് ഇക്വിലിബ്രിയം ദ റിയാക്ഷൻ കണ്ടിന്യൂസ് അതാണ് പോയിന്റ്. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ ശേഷവും റിയാക്ഷൻ മോളിക്കുലാർ ലെവലിൽ കണ്ടിന്യൂ ചെയ്യും, പക്ഷേ കണ്ടിന്യൂസ് ഇൻ ഈക്വൽ എമൗണ്ട്. സോ ഇക്വിലിബ്രിയം ഈസ് സെഡ് ടു ബി ഡൈനാമിക് ഇൻ നേച്ചർ. മനസ്സിലായല്ലോ? അപ്പോൾ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയാൻ കാരണം റിയാക്ഷൻ സ്റ്റോപ്പ് ആവാത്തത് കൊണ്ടാണ്. അടുത്തൊരു പ്രോപ്പർട്ടി, ഇത് ഇങ്ങനൊരു റിയാക്ഷൻ നോക്കിക്കോ, എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി. എയും ബിയും റിയാക്ട് ചെയ്ത് സിയും ഡിയും കിട്ടുന്നു. അപ്പോൾ എയും ബിയും റിയാക്ഷൻസ് ആണ്, സിയും ഡിയും പ്രോഡക്ട്സ് ആണ്, റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെന്ന് വിചാരിക്കുക. ഇതിൽ സി ഗേഷ്യസ് സ്റ്റേറ്റിലാണെന്ന് വിചാരിക്കുക. സി ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, റിയാക്ഷൻ നടക്കുന്നത് ഈ കണ്ടെയ്നറിലാണ്. അപ്പോൾ ഇതിനകത്ത് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ഇഫ് ദ കണ്ടെയ്നർ ഈസ് ഓപ്പൺ, ഈ കണ്ടെയ്നർ ഓപ്പൺ കണ്ടെയ്നർ ആണെങ്കിൽ ഫോം ചെയ്ത സി ഗ്യാസ് അല്ലേ, ആ സി എന്ത് ചെയ്യും? ഈ കണ്ടെയ്നറിൽ നിന്ന് പുറത്തേക്ക് അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ നടക്കണമെങ്കിൽ എയും ബിയും ചേർന്ന് സിയും ഡിയും കിട്ടണം, ആണല്ലോ. ബാക്ക്വേർഡ് നടക്കണമെങ്കിൽ സിയും ഡിയും കമ്പൈൻ ചെയ്ത് എയും ബിയും കിട്ടണം. പക്ഷേ ഇഫ് ദ കണ്ടെയ്നർ ഈസ് എൻ ഓപ്പൺ കണ്ടെയ്നർ, സി വിൽ എസ്കേപ്പ് ഫ്രം ദ കണ്ടെയ്നർ. ഓക്കെ, അപ്പോൾ തിരിച്ച് ബാക്ക്വേർഡ് നടക്കാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, ഫോർവേഡ് മാത്രം നടന്നിട്ടിരിക്കും. അപ്പോൾ റിയാക്ഷൻ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ റിയാക്ഷനിൽ ഗേഷ്യസ് സബ്സ്റ്റൻസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ റിയാക്ഷൻ ഇൻവോൾവ് ഗ്യാസസ്, ഇക്വിലിബ്രിയം ക്യാൻ ബി അറ്റൈൻഡ് ഓൺലി ഇൻ എ ക്ലോസ്ഡ് കണ്ടെയ്നർ. ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ മാത്രമേ നമുക്ക് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യിക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാണെങ്കിൽ ആ പ്രോസസ്സിനകത്ത് ഗേഷ്യസ് സബ്സ്റ്റൻസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ഇക്വിലിബ്രിയം ക്യാൻ ബി അറ്റൈൻഡ് ഓൺലി ഇൻ എ ക്ലോസ്ഡ് കണ്ടെയ്നർ. അപ്പോൾ പ്രോപ്പർട്ടീസ് ഒക്കെ ഓർക്കുക. At equilibrium, rate of forward reaction is equal to rate of backward reaction. Even after reaching equilibrium, the reaction continues in molecular level and both forward and backward reaction happens in equal amount. So it is known as dynamic equilibrium, and as a result of the same process, that is same speed of forward and backward, net reaction will be zero. That is concentration of reactants and products won't be changed. It remains unchanged or it remains constant. And if it involves gases, the equilibrium can be attained only in a closed container. ഇനി ഒരു പ്രോപ്പർട്ടി നോക്കിക്കോ. ഈ പ്രോസസ് ഇക്വിലിബ്രിയം ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അവിടെ റിയാക്ടൻസ് എയും ബിയും പ്രോഡക്റ്റ് സിയും ഡിയും ആണ്. ഞാൻ എയും ബിയും എടുത്ത് ഒരു കണ്ടെയ്നറിലിട്ട് റിയാക്ട് ചെയ്തു, സിയും ഡിയും ഫോം ചെയ്തു, ഈ സിയും ഡിയും തിരിച്ച് റിയാക്ട് ചെയ്ത് എയും ബിയും ഫോം ചെയ്തു. അപ്പോൾ ഹിയർ വി ക്യാൻ സേ ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ഇൻ ബിറ്റ്വീൻ എ, ബി
A and B and C and D. ഓക്കെ, ഞാൻ വേറൊരു കണ്ടെയ്നറിൽ സീനെയും ഡീനെയും കൂടെ റിയാക്ട് ചെയ്യിച്ചു. അപ്പോൾ നമുക്ക് എയും ബിയും കിട്ടൂലേ? അപ്പോൾ ഇവിടെ ഇത് റിയാക്റ്റൻറ്റും ഇത് പ്രോഡക്റ്റാണ് ആണല്ലോ. തിരിച്ച് ഞാൻ ഇങ്ങനെ എടുത്താൽ ഇത് റിയാക്റ്റൻറ്റും ഇത് പ്രോഡക്റ്റുമാണ്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ ഇതും റിവേഴ്സിബിൾ പ്രോസസ്സാണ്. യു ക്യാൻ സീ ഇക്വിലിബ്രിയം ഇൻ ദിസ് പ്രോസസ് ഓൾസോ. ഇവിടെയും ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ്ഡ് ആവും, ഇവിടെയും ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ്ഡ് ആവും. ഇവിടെ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത് ഒരു സൈഡിൽ സിയും ഡിയും ഒരു സൈഡിൽ എയും ബിയും. ദ സെയിം ഇക്വിലിബ്രിയം യു ക്യാൻ സീ ഇൻ ദിസ് കേസ് ഓൾസോ. ഇവിടെയും ഒരു സൈഡിൽ എന്തൊക്കെയുള്ള എയും ബിയും, മറ്റേ സൈഡിലോ സിയും ഡിയും. അപ്പോൾ നമുക്ക് പറയാം ഇക്വിലിബ്രിയം ക്യാൻ ബി അറ്റൈൻഡ് ഫ്രം എയ്തർ സൈഡ്. അപ്പോൾ ഇങ്ങനെ റിയാക്റ്റൻ്റ് എടുത്ത് പ്രോഡക്റ്റ് ആക്കിയാലും ഇക്വിലിബ്രിയം നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും, പ്രോഡക്റ്റ് എടുത്ത് റിയാക്റ്റൻ്റ് ആക്കിയാലും. അപ്പോൾ എനെയും ബീനെയും എടുത്ത് റിയാക്ട് ചെയ്യിച്ചാലും നമുക്ക് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യിക്കാൻ പറ്റും. തിരിച്ച് സീനെയും ഡീനെയും എടുത്ത് റിയാക്ട് ചെയ്യിച്ചാലും ദ സെയിം ഇക്വിലിബ്രിയം ക്യാൻ ബി അറ്റൈൻഡ്. അപ്പോൾ ഇക്വിലിബ്രിയം ക്യാൻ ബി അറ്റൈൻഡ് ഫ്രം ബോത്ത് ദ സൈഡ്സ്. പറഞ്ഞാൽ അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇക്വിലിബ്രിയം എന്ന പ്രോസസ്സിൻ്റെ അല്ല ഇക്വിലിബ്രിയം എന്ന സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ എന്തൊക്കെയാണ് ഇക്വിലിബ്രിയം, എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കി. ഗ്രാഫിക്കലി നമ്മൾ എങ്ങനെ ഇക്വിലിബ്രിയം റെപ്രസെൻറ്റ് ചെയ്യും, ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ, ഇൻ ടേംസ് ഓഫ് റേറ്റ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം എന്താണെന്ന് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാം, ഇക്വിലിബ്രിയത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് വി ആർ മൂവിങ് ടു ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്താണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം? Before that, we have to discuss about a law which is known as law of mass action. എന്താ ലോയുടെ പേര്? ലോ ഓഫ് മാസ് ആക്ഷൻ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ആ റിയാക്ഷൻ്റെ സ്പീഡ് ആ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ എങ്ങനെയാണ് റിയാക്ഷൻ എന്ന് വിചാരിക്കുക. എ ഗീവ്സ് ബി, എ ബി ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെന്ന് സങ്കല്പിക്കുക. ഇത് ഫോർവേഡ് റിയാക്ഷനായി, ഇത് ബാക്ക്വേർഡ് റിയാക്ഷനായി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എടുത്തോ. ഇപ്പോൾ പി ഗിവ്സ് ക്യൂ. ഓക്കെ, അപ്പോൾ ഇതൊരു ഇറിവേഴ്സിബിൾ റിയാക്ഷനാണ്. റിയാക്ഷൻ്റെ പി ആണ്, പ്രോഡക്റ്റ് ക്യൂ ആണ്. ഓക്കെ, ഈ റിയാക്ഷൻ്റെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ അവിടെ എടുക്കുന്ന പിൻ്റെ കോൺസെൻട്രേഷനാണ്, പിൻ്റെ അമൗണ്ടാണ്. If you are taking a large amount of P, the reaction will happen in a very high speed. Okay, and if the concentration of P decreases, speed of the reaction also decreases. അപ്പോൾ നമുക്ക് പറയാം ഈ റിയാക്ഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പിയുടെ അമൗണ്ട് വളരെ കൂടുതലാണ് ആണല്ലോ. ആസ് ടൈം പ്രൊസീഡ്സ്, സമയം കഴിയുന്നതനുസരിച്ച് പിയുടെ അമൗണ്ട് എന്ത് ചെയ്യും? മെല്ലെ കുറയും. amount of P gradually decreases and amount of Q gradually increases. Is that clear? അപ്പോൾ പിയുടെ അമൗണ്ട് കുറയുന്നതനുസരിച്ച് ഈ പി ക്യൂ ആയിട്ട് മാറുന്ന പ്രോസസ്സിൻ്റെ സ്പീഡ് ഓഫ് റിയാക്ഷൻ വിൽ ഓൾസോ ഡിക്രീസസ്. അപ്പോൾ മനസ്സിലാക്കുക, സ്റ്റാർട്ടിങ്ങിൽ പിയുടെ അമൗണ്ട് കൂടുതലാണ്, അപ്പോൾ റിയാക്ഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കും. സമയം പോകുന്നതനുസരിച്ച് പിയുടെ അമൗണ്ട് ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ആസ് പി ഡിക്രീസസ് റിയാക്ഷൻ ഓൾസോ സ്ലോ ഡൗൺസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മെല്ലെ 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 റിയാക്ഷൻ്റെ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞ് ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ പി കംപ്ലീറ്റ് ക്യൂ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, ആ സമയത്ത് റിയാക്ഷൻ സ്പീഡ് എന്താവും? ഓൾമോസ്റ്റ് ബിക്കംസ് 0. ഇതാണ് കോൺസെപ്റ്റ്. അപ്പോൾ റിയാക്ഷനിലെ എന്താണോ റിയാക്റ്റൻ്റ്, ആ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് ആ റിയാക്ഷൻ്റെ സ്പീഡും കൂടും. അപ്പോൾ നമ്മൾ സ്പീഡിനൊരു വേറൊരു പേര് പറയും റേറ്റ്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ലോ ഓഫ് മാസ് ആക്ഷൻ, rate of a chemical reaction is directly proportional to the active mass of reactant. ഇതാണ് law of mass action. അപ്പോൾ എന്താ സ്റ്റേറ്റ്മെൻറ്റ്? അക്കോർഡിംഗ് ടു law of mass action, rate of any chemical reaction is directly proportional to the active mass of reactant. Active mass of reactant. ഡീറ്റെയിലോ എന്താണ് ആക്റ്റീവ് മാസ് എന്ന് ചോദിച്ചാൽ,
Active mass is another word for molar concentration. നമ്മളിനി അങ്ങോട്ട് കോൺസെൻട്രേഷൻ എന്ന് പറയുള്ളൂ, പക്ഷേ ആക്ച്വലി ഇറ്റ് ഈസ് ആക്റ്റീവ് മാസ്. ആക്റ്റീവ് മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം എന്നാണ് ആക്റ്റീവ് മാസ്. നമുക്കതിനെന്ത് വിളിക്കാം? ഇറ്റ് ഈസ് സിംപ്ലി മോളാർ കോൺസെൻട്രേഷൻ. മോളാർ കോൺസെൻട്രേഷൻ്റെ വേറൊരു പേരാണ് ആക്റ്റീവ് മാസ്. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് റിയാക്ടൻറ്റിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് റേറ്റ് ഇൻക്രീസ് ചെയ്യും. ആസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഡിക്രീസസ്, റേറ്റ് ഓഫ് റിയാക്ഷൻ ദാറ്റ് സ്പീഡ് ഓഫ് റിയാക്ഷൻ ഓൾസോ വിൽ ഡിക്രീസ്. അപ്പോൾ ആക്റ്റീവ് മാസ് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ആക്റ്റീവ് മാസ് ഈസ് നത്തിങ് ബട്ട് മോളാർ കോൺസെൻട്രേഷൻ. ആക്റ്റീവ് മാസിന് സാധാരണ ഇതിൽ നമ്മൾ യൂണിറ്റ് ലെസ് എന്നാണ് പറയുക. ആക്റ്റീവ് മാസ് ഈസ് എ യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റി ഓർ യൂണിറ്റ് ലെസ് ടേം. പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ഈ ആക്റ്റീവ് മാസിനെ മോളർ കോൺസെൻട്രേഷനിലോട്ട് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മൊളാരിറ്റി ഓർ ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. അപ്പോൾ ആക്റ്റീവ് മാസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ കണ്ടീഷനിൽ വി ആർ എക്സ്പ്രസിങ് ആക്റ്റീവ് മാസ് ഇൻ ടേംസ് ഓഫ് മൊളാരിറ്റി, ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ ലോ ഓഫ് മാസ് ആക്ഷൻ ക്ലിയർ അല്ലേ? ദ ലോ ഓഫ് മാസ് ആക്ഷൻ, അക്കോർഡിംഗ് ടു ലോ ഓഫ് മാസ് ആക്ഷൻ, rate of any chemical reaction is directly proportional to the active mass of reactant, or we can say is directly proportional to the molar concentration of reactants. Reactants ന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ സ്പീഡ് കൂടും. നമ്മൾ ഈ ലോ ഓഫ് മാസ് ആക്ഷൻ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിൽ അപ്ലൈ ചെയ്യാൻ പോവാം. ഓക്കെ, സപ്പോസ് വി ആർ കൺസിഡറിങ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. ആ റിവേഴ്സിബിൾ റിയാക്ഷനിൽ നമുക്ക് എങ്ങനെ ലോ ഓഫ് മാസ് ആക്ഷൻ അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നത്? The reversible reaction is reactants gives product. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഇറ്റ് കണ്ടെയ്ൻ ബോത്ത് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ആർ പി ആയിട്ട് മാറുന്നത് ഫോർവേഡും പി ആർ ആയിട്ട് മാറുന്നത് ബാക്ക്വേർഡും. അപ്പോൾ രണ്ട് റിയാക്ഷൻ ഉണ്ട്. രണ്ട് റിയാക്ഷൻ്റെയും സ്പീഡിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ലോ ഓഫ് മാസ് ആക്ഷൻ അപ്ലൈ ചെയ്താൽ അക്കോർഡിംഗ് ടു law of mass action, if you are applying law of mass action to this reaction, we can say a rate of forward reaction RF is proportional to reactant. Forward reaction എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്? ഈ ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്ടൻ്റ് ആരാ? ആർ. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആക്റ്റീവ് മാസ് ഓഫ് ആർ. ആക്റ്റീവ് മാസ് നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എഴുതിയിട്ടാണ്. ദാറ്റ് ഈസ് ഇങ്ങനെ എഴുതും, കോൺസെൻട്രേഷൻ ഓഫ് ആർ. മനസ്സിലാണോ? അപ്പോൾ ഇറ്റ് റെപ്രസെൻറ്റ്സ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഒരു സബ്സ്റ്റൻസിൻ്റെ ഇത് എഴുതിയാൽ ദാറ്റ് റെപ്രസെൻറ്റ്സ് ആക്റ്റീവ് മാസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സബ്സ്റ്റൻസ്, ദാറ്റ് ഈസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. നമുക്ക് പറയാം റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി നമ്മൾ ഈക്വൽ ടു ആക്കുകയാണെങ്കിൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കെ എഫ് ഇൻറ്റു ആർ. ഓക്കെ, ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിന് നമുക്കൊരു പേര് പറയാം. ദിസ് കെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കാൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത കോൺസ്റ്റൻ്റ് ആണ്. ദിസ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. അപ്പോൾ എന്താ കെ? കെ റെപ്രസെൻറ്റ്സ് റേറ്റ് കോൺസ്റ്റൻറ്റ്. കെ എഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. സിമിലർലി നമുക്ക് ബാക്ക്വേർഡ് എഴുതി കൂടെ? ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന റിയാക്ഷൻ്റെ സ്പീഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ആറിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യും. ആറ് കൂടിയാൽ എഫ് ദാറ്റ് ഈസ് ഫോർവേഡിൻ്റെ സ്പീഡ് കൂടും. ആറ് കുറയുന്നതനുസരിച്ച് ഫോർവേഡിൻ്റെ സ്പീഡ് കുറഞ്ഞു വരും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷൻ കൺസിഡർ ചെയ്താൽ ബാക്ക്വേർഡ് റിയാക്ഷനിൽ റിയാക്ടൻ്റ് ആരാ? പി ആണ്. ഓക്കെ, അപ്പോൾ പിയുടെ അമൗണ്ട് കൂടുന്നതനുസരിച്ച് ബാക്ക്വേർഡിൻ്റെ സ്പീഡ് കൂടും. പിയുടെ അമൗണ്ട് കുറയുന്നതനുസരിച്ച് ബാക്ക്വേർഡിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ നമുക്ക് പറയാം റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഓർ ആക്റ്റീവ് മാസ് ഓഫ് പ്രോഡക്റ്റ്, ഓർ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കെ ബി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്. അപ്പോൾ ഈ കെ ബിക്ക് നമുക്ക് എന്ത് വിളിക്കാം? ദിസ് കെ ബി ഈസ് കോൾഡ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ കെ എഫ് എന്താണ്? റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. കെ ബി എന്താണ്? റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ നമ്മൾ ലോ ഓഫ് മാസ് ആക്ഷൻ
ഈ പറഞ്ഞ പ്രോസസ്സിൽ അപ്ലൈ ചെയ്ത് കിട്ടിയ സംഭവങ്ങളായത്. According to law of mass action, Rf is equal to Kf into R. According to law of mass action, Rb is equal to Kb into P. Now, we are considering this equation, the same equation at equilibrium. Suppose നമ്മൾ റിയാക്ഷൻ ഇങ്ങനെ പ്രൊസീഡ് ചെയ്ത് ഇക്വിലിബ്രിയം ആയി എന്ന് വിചാരിക്കുക. സോ അറ്റ് ഇക്വിലിബ്രിയം ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് എന്ന് പറഞ്ഞൂടെ? ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയം ആയി കഴിഞ്ഞ ശേഷം ഫോർവേഡിൻ്റെയും ബാക്ക്വേർഡിൻ്റെയും സ്പീഡ് ഒരുപോലെ ആവും. അപ്പോൾ നമുക്ക് പറയാം അറ്റ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. Rf is equal to Rb. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ആ രണ്ട് ഇക്വേഷൻസിൻ്റെയും ലെഫ്റ്റ് സൈഡ് സെയിം ആണ്. നമുക്ക് റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്തുകൂടെ? ഓക്കെ, RFും RBയും ഈക്വൽ ആണെങ്കിൽ we are equating the right side also. Therefore, Kf into concentration of R is equal to Kb into concentration of P. Okay? ഇത് രണ്ട് കോൺസ്റ്റൻസ് അല്ലേ? ഞാൻ ആ കോൺസ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യും, ദാറ്റ് ഈസ് കോൺസ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യും, കോൺസെൻട്രേഷനെ സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യാൻ പോവാം. ലൈക്ക് ടേംസിന് ഒരുപോലെ കൊണ്ടുവന്നാൽ ഹിയർ വി ഹാവ് Kf by Kb. Kbനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു. ഈ കോൺസെൻട്രേഷൻ ടേമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്തായിരുന്നു? Kf by Kb. Kf എന്തായിരുന്നു? റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. Kb റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ കോൺസ്റ്റൻറ്റ് ബൈ അനദർ കോൺസ്റ്റൻറ്റ്. ഒരു കോൺസ്റ്റൻറ്റിനെ നമ്മൾ വേറൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് എ ന്യൂ കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് K, which is equal to concentration of product by concentration of reactant. Okay, this K or this constant is called equilibrium constant. Equilibrium constant. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടേമാണിത്, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് ചോദിച്ചാൽ, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നമ്മൾ എഴുതിക്കണം എങ്ങനെയാണ്? Kf by Kb, ദാറ്റ് ഇസ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബൈ റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷന് പകരമാണ് നമ്മൾ എന്ത് എഴുതിയിരിക്കണേ? K. അപ്പോൾ K is actually the ratio of rate constant of forward reaction and rate constant of backward reaction. Kf by Kb ആണ് ആക്ച്വലി റേറ്റ് കോൺസ്റ്റൻറ്റ്, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് രണ്ട് രീതി ഡിഫൈൻ ചെയ്യാം. ഒന്ന്, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓക്കെ, ഡെഫിനിഷൻ നമ്പർ 1. അല്ലെങ്കിൽ K is equal to നമ്മൾ എങ്ങനെ എഴുതിയേക്കണേ? K is equal to P by R എന്നല്ലേ? ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓർ ആക്റ്റീവ് മാസ് ഓഫ് P പ്രോഡക്റ്റ് ബൈ ആക്റ്റീവ് മാസ് ഓഫ് റിയാക്ടൻറ്റ്. അപ്പോൾ അങ്ങനെയും ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ്. അപ്പോൾ എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഒരു ഇക്വിലിബ്രിയം പ്രോസസ്സിൽ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെയും റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. സിൻസ് ദിസ് കോൺസ്റ്റൻറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ, ഇത് നമ്മളിങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് പി എഴുതി എന്ന് പറഞ്ഞു? ആക്റ്റീവ് മാസ് അല്ലെങ്കിൽ മോളാർ കോൺസെൻട്രേഷൻ. അപ്പോൾ ഞാൻ K എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ആൻഡ് റിയാക്ടൻ്റ് ആവും. അപ്പോൾ പ്രോഡക്റ്റിൻ്റെയും റിയാക്ടൻ്റെയും കോൺസെൻട്രേഷൻ്റെ ടേമിലാണ് ഞാൻ എന്ത് എക്സ്പ്രസ് ചെയ്തേക്കുന്നത്? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. സോ ദിസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഈസ് സ്പെസിഫിക്കലി റെപ്രസെൻറ്റഡ് ആസ് Kc. നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? Kc. ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ്, ഓർ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഈ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് മീൻസ് ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയം ആയി കഴിഞ്ഞു വിചാരിക്കാം. സപ്പോസ് ദ റിയാക്ഷൻ റീച്ചസ് ഇക്വിലിബ്രിയം. അറ്റ് ദിസ് സിറ്റുവേഷൻ, ഇഫ് യു ആർ ടേക്കിംഗ് ദ റേഷ്യോ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ്, ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞ ശേഷം നിങ്ങൾ അവിടെയുള്ള പ്രോഡക്റ്റിൻ്റെയും റിയാക്ടൻറ്റിൻ്റെയും കോൺസെൻട്രേഷൻ്റെ റേഷ്യോ എടുത്താൽ ദാറ്റ് റേഷ്യോ വിൽ റിമൈൻസ് എ കോൺസ്റ്റൻറ്റ്. ക്ലിയർ? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദിസ് എക്സ്പ്രഷൻ. അപ്പോൾ വെൻ എ റിയാക്ഷൻ റീച്ചസ് ഇക്വിലിബ്രിയം,
the concentration of product and the ratio of concentration of product and concentration of reactants remains constant, which is called law of chemical equilibrium. അപ്പോൾ നിങ്ങളതിന് എന്ത് ചെയ്താലും കോൺസെൻട്രേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്താലും ദാറ്റ് റേഷ്യോ വിൽ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. പിടികിട്ടിയല്ലോ? ഇതാണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. സപ്പോസ് നമ്മളിപ്പോൾ ഒരു സിമ്പിൾ റിയാക്ഷനെ കൺസിഡർ ചെയ്തത്, നമ്മൾ ആർ ഗീവ്സ് പി എന്ന റിയാക്ഷനാണ് കൺസിഡർ ചെയ്തത്. റിയാക്ഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി. എയും ബിയും റിയാക്ട് ചെയ്ത് സിയും ഡി, ഇപ്പോൾ രണ്ട് റിയാക്ടിന് രണ്ട് പ്രോഡക്റ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ സി എങ്ങനെ എക്സ്പ്രസ് ചെയ്യുമെന്ന് വെച്ചാൽ, കെ സി എഴുതേണ്ടത് എങ്ങനെയാണ്? കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ റിയാക്ടൻ്റ് എന്നാണ്. ഇവിടെ ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേറ്റിൻ്റെ ടേമിൽ എഴുതിയാൽ നമുക്ക് ഒന്നുകൂടെ അങ്ങനെ പറയാൻ വേണമെങ്കിൽ, ഇവിടെ ഇപ്പോൾ നമ്മൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു കെ എഫ് ഇൻറ്റു, തൊട്ട് മുന്നേ പറഞ്ഞതാണ് കെ എഫ് ഇൻറ്റു രണ്ട് റിയാക്ടൻ്റ് ഉണ്ട്, എ ഉണ്ട് ബി ഉണ്ട്. ഈ രണ്ടുപേരുടെയും പ്രോഡക്റ്റിന് പ്രൊപ്പോർഷനിലാണ്. പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ നമ്മൾ നേരത്തെ ആർ എഫ് എഴുതി ഇങ്ങനെയാണ്, ആർ എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു ആർ. ഒരൊറ്റ ഒരു റിയാക്ടൻ്റ് ഉണ്ടായിരുന്നുള്ളൂ. മോർ ദാൻ വൺ റിയാക്ടൻ്റ് ഉണ്ടെങ്കിൽ ഓരോ റിയാക്ടൻറ്റിൻ്റെയും കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റിന് പ്രൊപ്പോർഷനിലായിരിക്കും റേറ്റ് ഓഫ് റിയാക്ഷൻ. നമുക്കിങ്ങനെ എഴുതാം, ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. അപ്പോൾ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് നമ്മൾ എങ്ങനെ എഴുതും? കെ ബി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി. ക്ലിയർ ആണല്ലോ? നമ്മൾ കെ എഫ് ബൈ കെ ബി എഴുതുകയാണെങ്കിൽ തിരിഞ്ഞു വരും. ഓക്കെ, കെ എഫ് ബൈ കെ ബി എടുത്തു, ആർ എഫ് ആർ ബി കമ്പൈൻ ചെയ്തു, ഈക്വലൈസ് ചെയ്തു, കെ എഫ് ബൈ കെ ബി എടുത്തു. അപ്പോൾ നമ്മൾ കെ സി ഈക്വൽ ടു എഴുതുന്നത് എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ബൈ. ഇതാണ് expression for Kc if there are more than one reactant and product. That is, we can say equilibrium constant is the ratio of product of concentration of product. ആദ്യം പറഞ്ഞ പ്രോഡക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. സോ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റും റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റും രണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ക്ലിയർ? കെ സി. ദെൻ ഒരു കണ്ടീഷൻ കൂടെ നമുക്ക് നോക്കാം. റിയാക്ഷൻ ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കാം. ഇഫ് ദ റിയാക്ഷൻ ഈസ് ലൈക്ക് ദിസ്, എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി. That means നമ്മളിപ്പോൾ കുറച്ച് മുന്നേ എഴുതിയൊക്കെ നമ്പർ ഓഫ് മോൾസ് 1 ആണ്. ഹിയർ 1 mole ഓഫ് എ കമ്പൈൻസ് വിത്ത് 1 mole ഓഫ് ബി ടു ഫോം 1 mole ഓഫ് സി ആൻഡ് 1 mole ഓഫ് ഡി. ഹിയർ നമ്പർ ഓഫ് മോൾസ് ഡിഫറെൻ്റ് ആണ്. നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ? 2SO2 plus O2 gives 2SO3. ഓക്കെ, അപ്പോൾ ഈ 2 1 2 1 2 ഈ നമ്പർ ഓഫ് മോൾസ് ആണ് സ്മോൾ ലെറ്റർ എയും ബിയും സിയും ഡിയും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് റിയാക്ഷൻ മീൻസ് എ മോൾസ് ഓഫ് എ combines with B moles of B and forms C moles of C and D moles of D. If the equation is like this, then equilibrium constant expression for this is Kc is equal to, നമ്മൾ എപ്പോഴും പ്രോഡക്റ്റ് ബൈ റിയാക്ടൻ്റ് എടുക്കണ്ടേ. ഇവിടെ പ്രോഡക്റ്റ് ആരൊക്കെയാ? സി റൈസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റൈസ് ടു ഡി ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു ബി. ദാറ്റ് മീൻസ് നമ്മളവിടെ ലോ ഓഫ് മാസ് ആക്ഷൻ അപ്ലൈ ആണെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ പ്രൊപ്പോർഷണൽ ടു എ റൈസ് ടു എ ഇൻറ്റു ബി റൈസ് ടു ബി. എത്ര മോൾസ് ഉണ്ടോ അതിന് കൊറസ്പോണ്ടിങ് ആയിട്ട് റേറ്റ് കൂടും. അപ്പോൾ 2 moles ഓഫ് SO2 ഉണ്ടെങ്കിൽ ആ 2 moles ഓഫ് SO2 കൂടുന്നതനുസരിച്ച് റിയാക്ഷൻ്റെ റേറ്റ് കൂടും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഷുഡ് ബി റൈസ് ടു ദി പവർ ഓഫ് ദി കോൺസെൻട്രേഷൻ ടേംസ്. നമ്മൾ എല്ലാ നമ്പർ ഓഫ് മോളിന് ആ കോൺസെൻട്രേഷൻ ടേംസിൻ്റെ പവറായിട്ട് എഴുതണം എന്നാണ്. സി റൈസ് ടു സി ഇൻറ്റു ഡി റൈസ് ടു ഡി. അങ്ങനെ വരുമ്പോൾ നമ്മൾ കെ എഫ് ബൈ കെ ബി എഴുതിയാൽ സി റൈസ് ടു സി ഇൻറ്റു ഡി റൈസ് ടു ഡി ബൈ എ റൈസ് ടു എ ഇൻറ്റു ബി റൈസ് ടു ബി. ഇതാണ് ടിപ്പിക്കൽ എക്സ്പ്രഷൻ ഫോർ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്.
Clear ആയല്ലോ? അപ്പോൾ എന്താ KC? It is equilibrium constant in terms of concentration of reactants and products. While writing equilibrium constant expression, the number of moles of each substance should be raised to the power of the corresponding terms. ഓരോന്നിൻ്റെയും നമ്പർ ഓഫ് മോൾസിന് അതാത് സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ടേംസിൻ്റെ പവറായിട്ട് എഴുതേണ്ടി വരും. ഇതാണ് എക്സ്പ്രഷൻ ഫോർ KC, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇനി നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഈ പറഞ്ഞ എയും ബിയും സിയും ഡിയും ഒക്കെ ഗ്യാസ് ആണെന്ന് വിചാരിക്കാം. All these are gases. If the reaction is a homogeneous equation or a homogeneous equilibrium involving gases, all the substances are gases. ഇപ്പോൾ നമ്മൾ ബേസിക് കോൺസെപ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാം. ഇഫ് ദ സബ്സ്റ്റൻസ് ഈസ് എ ഗ്യാസ്, ഒരു ഗ്യാസിൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ട് ടേം അതിൻ്റെ പാർഷ്യൽ പ്രഷറാണ്. അപ്പോൾ എയുടെ പ്രഷർ, ബിയുടെ പ്രഷർ, സിയുടെ പ്രഷർ, ഡിയുടെ പ്രഷർ. അപ്പോൾ if the reacting species are gases, then equilibrium constant can be expressed in terms of pressures. എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെ ഒക്കെ പ്രഷറിൻ്റെ ടേമിലാണ് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, ഒരു മിക്സറിനകത്തുള്ള ഗ്യാസിൻ്റെ പ്രഷറിന് നമ്മളൊരു പേര് പറയും, പാർഷ്യൽ പ്രഷർ. പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു ഗേഷ്യസ് മിക്സർ എടുത്തിട്ട് ആ മിക്സറിൽ ഓരോ ആൾക്കാരുടെയും ഇൻഡിവിജ്വൽ പ്രഷറിനെ നമ്മൾ എന്ത് വിളിച്ചിട്ടുണ്ട്? പാർഷ്യൽ പ്രഷർ. ഓക്കെ, അപ്പം നമ്മൾ ഇനി എന്താ വെച്ചാൽ ഒരു ഗേഷ്യസ് റിയാക്ഷനാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ the same equilibrium constant can be expressed in terms of partial pressures of each substance. അതെങ്ങനെയാണ് നോക്കിക്കോ. K is equal to, ഇപ്പോൾ നമ്മൾ എയും ബിയും സിയും ഡി ഒക്കെ ദാറ്റ് ഈസ് സൊല്യൂഷനിലാണെങ്കിൽ നമ്മൾ അവൻ്റെ കോൺസെൻട്രേഷൻ വെച്ചിട്ടാണ് KC പറഞ്ഞേക്കണേ. ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എക്സ്പ്രസ് ചെയ്തേക്കണേ. പക്ഷേ ഇഫ് ഓൾ ദ സബ്സ്റ്റൻസസ് ആർ ഗ്യാസസ്, ദെൻ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് എ, ബി, സി ആൻഡ് ഡി. അപ്പോൾ എഴുതുന്നത് എങ്ങനെയാണ്? പാർഷ്യൽ പ്രഷർ ഓഫ് സി. ഓക്കെ, ഇത് കോൺസെൻട്രേഷൻ ഓഫ് സി, മോളർ കോൺസെൻട്രേഷൻ ഓർ ആക്റ്റീവ് മാസ് ഓഫ് സി. ദിസ് ഇസ് പാർഷ്യൽ പ്രഷർ ഓഫ് സി റൈസ് ടു സി ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ഡി റൈസ് ടു ഡി by partial pressure of A rise to A into partial pressure of B rise to B. Anyway, product by reactant എന്ന് തന്നെ ഇവിടെയും വരണം. ക്ലിയർ ആണല്ലോ? ഇവിടെ product of concentration of product by product of concentration of reactant. Here product of partial pressures of product by product of partial pressures of reactants. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എക്സ്പ്രസ് ചെയ്യാം. In terms of concentration, in terms of partial pressures. Okay, if equilibrium constant is expressed in terms of molar concentration of reactants and products, then this equilibrium constant is specifically called as KC, equilibrium constant in terms of concentration. If the equilibrium constant is expressed in terms of partial pressures of reactants and products, then this equilibrium constant is specifically called as KP, that is equilibrium constant in terms of partial pressures. ക്ലിയർ? അപ്പോൾ KC ഉണ്ട്, KP ഉണ്ട്. മനസ്സിലാക്കുക, ബോത്ത് ആർ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്സ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്സ്. KC is the equilibrium constant in terms of concentration and KP is the equilibrium constant in terms of partial pressures. ഓക്കെ, ഈ രണ്ടുപേരും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, KPയും KCയും തമ്മിൽ. ഓക്കെ, അപ്പോൾ എന്താണ് KP KC റിലേഷൻ എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. KP KC റിലേഷൻ ബിറ്റ്വീൻ KC and KP. ഓക്കെ, ഞാൻ സെയിം റിയാക്ഷൻ തന്നെ കൺസിഡർ ചെയ്യാൻ പോവാണ്. ലെറ്റ് ദ റിയാക്ഷൻ ഈസ് A moles of A plus B moles of B gives C moles of C plus D moles of D. ഓക്കെ, അതിൻ്റെ KC നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു? KC is equal to molar concentration of C raised to C into molar concentration of D raised to D by molar concentration or active mass of A raised to A into B raised to B. ഓക്കെ, KP എഴുതിയിരിക്കുന്നത് ഇങ്ങനെയല്ലേ? partial pressure of C raised to C, partial pressure of D raised to D by partial pressure of A raised to A, partial pressure of B raised to B. Clear? ഇതാണ്
കെ സിൻ്റെയും കെ പിൻ്റെയും എക്സ്പ്രഷൻസ്. ഇനി ഞാൻ ഈ പാർഷ്യൽ പ്രഷേഴ്സിനെ കോൺസെൻട്രേഷൻ്റെ ടേമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാം. ലെറ്റ് സപ്പോസ് all these A, B, C, D, etc. are ideal gases. എയും ബിയും സിയും ഡി ഒക്കെ ഐഡിയൽ ഗ്യാസ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐഡിയൽ ഗ്യാസ് നമുക്കൊരു ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് പി വി ഈക്വൽ ടു nRT and this equation is known as ideal gas equation. From this equation we can write pressure is equal to nRT by V. അല്ലേ? What is n by V? നിങ്ങൾ ബേസിക് കോൺസെപ്റ്റ് പഠിച്ചു, നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. ദ നമ്പർ ഓഫ് മോൾസ് ഇൻ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് as molarity or concentration. Okay, specifically number of moles present in unit volume is called as concentration of the solution. നമുക്ക് n by v ക്ക് പകരം എന്ത് എഴുതാം? കോൺസെൻട്രേഷൻ. അപ്പോൾ പ്രഷർ ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഇൻറ്റു ആർ ടി എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് എ എങ്ങനെ എഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു ആർ ടി എന്നല്ലേ? അല്ലേ? പ്രഷർ ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഇൻറ്റു ആർ ടി. നമ്മൾ സ്പെസിഫിക്കലി ഓരോ ആളുടെയും പ്രഷർ പറയുമ്പോൾ ഓരോ ആളുടെയും കോൺസെൻട്രേഷൻ സ്പെസിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഓർ പ്രഷർ ഓഫ് എ ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു ആർ ടി. കോൺസെൻട്രേഷൻ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? എ ഇൻറ്റു ആർ ടി. ലൈക്ക് സിമിലർലി പാർഷ്യൽ പ്രഷർ ഓഫ് ബി ഇസ് ഈക്വൽ ടു concentration of B into RT and partial pressure of C is equal to concentration of C into RT and partial pressure of D is equal to concentration of D into RT. അപ്പോൾ ഇത് എഴുതുന്നതിൻ്റെ ബേസ് ഇതാണ് കേട്ടോ. പ്രഷർ ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഇൻറ്റു ആർ ടി എന്നാണ്. ഇതാണ് എൻ്റെ കെ പിൻ്റെ എക്സ്പ്രഷൻ. ഞാൻ കെ പിയുടെ എക്സ്പ്രഷനിൽ പാർഷ്യൽ പ്രഷേഴ്സിന് പകരം കോൺസെൻട്രേഷൻ്റെ ടേം അപ്ലൈ ചെയ്താൽ ഇക്വേഷൻ ഇങ്ങനെ ആവില്ലേ? ഇറ്റ് ഈസ് ഈക്വൽ ടു what is partial pressure of C? It is concentration of C into RT. ഇനി അത് അവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ concentration of C RT the whole rise to C, that is PC the whole rise to C എന്നാണ്. അപ്പോൾ PC ൻ്റെ ഫോർമുല CRT എന്നാണ്. അപ്പോൾ CRT the whole rise to C into concentration of DRT the whole rise to D divided by concentration of ART the whole rise to A into concentration of BRT the whole rise to B in I. This is the expression for Kp. Okay, ഞാൻ ഇതിനെ സിമിലർ ടേംസ് കളക്ട് ചെയ്താൽ കോൺസെൻട്രേഷൻ ടേംസ് മാത്രം എടുക്കണം വിചാരിക്കുക. അങ്ങനെ കോൺസെൻട്രേഷൻ ടേംസ് മാത്രം എടുത്താൽ ദിസ് ഇസ് അഗെയിൻ ഈക്വൽ ടു C റൈസ് ടു C അല്ലേ? അപ്പോൾ C റൈസ് ടു C ഇൻറ്റു D റൈസ് ടു D ബൈ A റൈസ് ടു A ഇൻറ്റു B റൈസ് ടു B. നമുക്കിത് ഇങ്ങനെ എഴുതാം. കോൺസെൻട്രേഷൻ ഓഫ് C റൈസ് ടു C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D റൈസ് ടു D ബൈ കോൺസെൻട്രേഷൻ ഓഫ് A റൈസ് ടു A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റൈസ് ടു B. കോൺസെൻട്രേഷൻ ടേംസ് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി റിമൈനിങ് എന്താണെന്ന് വെച്ചാൽ ആർ ടി ദ ഹോൾ റൈസ് ടു സി അല്ലേ ഇൻറ്റു ആർ ടി ദ ഹോൾ റൈസ് ടു ഡി ബൈ ആർ ടി റൈസ് ടു എ ആർ ടി ദ ഹോൾ റൈസ് ടു ബി. നമ്മൾ പഠിച്ചിട്ടുണ്ട് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ. ഓക്കെ, then a raised to m by a raised to n is equal to a raised to m minus n. ക്ലിയർ അല്ലേ? ഞാനത് ഒരുമിച്ച് എഴുതുന്നുണ്ട്. ആർ ടി ദ ഹോൾ റൈസ് ടു സി ഇൻറ്റു ആർ ടി ദ ഹോൾ റൈസ് ടു ഡി. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? ആർ ടി ദ ഹോൾ റൈസ് ടു സി പ്ലസ് ഡി ഡിനോമിനേറ്ററോ ബൈ ആർ ടി ദ ഹോൾ റൈസ് ടു എ പ്ലസ് ബി. Is it clear? This is again equal to ഈ പോർഷന് വരെ നമുക്ക് എന്ത് എഴുതാം? കെ സി എന്ന് എഴുതി കൂടെ, ബിക്കോസ് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് കെ സി. സി റൈസ് ടു സി ഇൻറ്റു ഡി റൈസ് ടു ഡി ബൈ എ റൈസ് ടു എ ഇൻറ്റു ബി റൈസ് ടു ബി. സോ ദാറ്റ് റെപ്രസെൻറ്റ്സ് കെ സി. ദാറ്റ് ഈസ് കെ സി ഇൻറ്റു ആർ ടി പ്ലസ് റൈസ് ടു സി പ്ലസ് ഡി ആർ ടി ഇൻറ്റു എ പ്ലസ് ബി. ദാറ്റ് ഈസ് എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ. അപ്പോൾ നമ്മളത് എങ്ങനെ എഴുതും? ആർ ടി the whole rise to C plus D minus A plus B. എന്തായിരുന്നു C plus D? It is the total number of moles of product. C is the number of moles of C
ആൻഡ് ഡി ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് ഡി. അപ്പോൾ സി പ്ലസ് ഡി എന്ന് പറയുന്നത് വരുന്നു പ്രോഡക്റ്റിലുള്ള ടോട്ടൽ മോൾസ്. എ പ്ലസ് ബിയോ റിയാക്ടൻസിൻ്റെ ടോട്ടൽ മോൾസ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തേക്കുന്നത് ഇവിടെ? പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് റിയാക്ടിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഞാനതിന് ഡെൽറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ ഇറ്റ് ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി ദ ഹോൾ റൈസ് ടു ഡെൽറ്റ എൻ എഴുതുന്നുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ ഡെൽറ്റ എൻ എന്തുവാ? ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ്. ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ്. അപ്പോൾ കെ പിയും കെ സിയും തമ്മിലുള്ള കണക്ഷൻ ഇങ്ങനെയായി. കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി ദ ഹോൾ റൈസ് ടു ഡെൽറ്റ എൻ. ഓക്കെ, കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി ദ ഹോൾ റൈസ് ടു ഡെൽറ്റ എൻ. ഇതാണ് കെ പിയും കെ സിയും തമ്മിലുള്ള കണക്ഷൻ. Remember, this delta n is the change in number of moles. That is number of moles of product minus number of moles of reactants. പക്ഷേ അവിടെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുണ്ട്. ഡെൽറ്റ എൻ ഈസ് ആക്ച്വലി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് എന്നല്ല, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് എന്നാണ്. ബിക്കോസ് നമ്മൾ കെ പി എന്നല്ലയോ റെപ്രസെൻറ്റ് ചെയ്ത് വന്നേ ആണല്ലോ. അപ്പോൾ കെ പി എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡെൽറ്റ എൻ കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഗേഷ്യസ് ആയിട്ടുള്ള പ്രോഡക്റ്റും റിയാക്ടൻറ്റും മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. സിൻസ് പാർഷ്യൽ പ്രഷർ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ ഗ്യാസസ്, ദ ഡെൽറ്റ എൻ ഈസ് ഓൾസോ കറസ്പോണ്ടിങ് ടു ഗ്യാസസ്. ദാറ്റ് മീൻസ് ഡെൽറ്റ എൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് എന്തെഴുതാം? number of moles of gaseous reactants. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെൽറ്റ എൻ എന്താണ്? ഡെൽറ്റ എൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് ദാറ്റ് ഇസ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻസ്. അതായത് ആ റിയാക്ഷനിൽ ഗേഷ്യസ് സബ്സ്റ്റൻസസിനെ മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ കെ പിയും കെ സിയും തമ്മിൽ എന്താണ് കണക്ഷൻ എന്ന് നോക്കിയാൽ കെ പി കെ സി കണക്ഷൻ എന്താണ്? കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി ദ ഹോൾ റൈസ് ടു ഡെൽറ്റ എൻ. ഓക്കെ, അപ്പോൾ ഇതാണ് കെ പി കെ സി റിലേഷൻ. അപ്പോൾ ഇതിന് കുറച്ച് ആപ്ലിക്കേഷൻസും കുറച്ച് മോഡിഫിക്കേഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.